സവിശേഷ സഹായം അർഹിക്കുന്ന വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം പരീക്ഷാ സഹായി, വ്യാഖ്യാതാവ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന SLC വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വൻ വർധനയുണ്ടായതായി ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജയ ശതമാനം ഉയർത്തുന്നതിനു വേണ്ടി സ്കൂൾ അധികൃതർ ശരാശരി വിദ്യാർത്ഥികളെ പ്രത്യേക സഹായം അർഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അനർഹരായവർ സവിശേഷ സഹായ ആനുകൂല്യത്തിനുള്ള സർട്ടിഫിക്കറ്റിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതായുള്ള മനഃശാസ്ത്ര വിദഗ്ധരുടെ വെളിപ്പെടുത്തൽ. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയോടടുപ്പിച്ച് എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികളെ സംഘമായി ബസ്സിൽ കയറ്റി ഡോക്ടർമാരുടെ മുന്നിലെത്തിക്കുകയും അവർക്കെല്ലാം ഒന്നിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതി തന്നെ അശാസ്ത്രീയമാണ്. ഇപ്പോൾ ആദ്യം സ്കൂളിലെ ടീച്ചർ ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് എഴുതും. അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റ് പരിശോധിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് എഴുതും. അത് കഴിഞ്ഞ് മൂന്നാമതാണ് ഡോക്ടറെ അടുത്തോട്ട് ചെല്ലുന്നത്. ഡോക്ടറെ അടുത്തോട്ട് ചെല്ലുമ്പം രണ്ടുപേരും പറയുന്നു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഡോക്ടർക്ക് എന്താ എഴുതിയാൽ കുട്ടിക്ക് കിട്ടുന്നൊരു ആനുകൂല്യം നിഷേധിക്കുന്നത് എന്തിന്? ഈ സമീപനമാണ് പരാതി ഉന്നയിച്ച ഡോക്ടർമാരോട് DMO പോലും പറഞ്ഞത്. വൻതോതിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർക്ക് പരിശോധിക്കാനോ യഥാർത്ഥത്തിൽ അർഹരായവരെയും അനർഹരായവരെയും വേർതിരിച്ച് അർഹരായവർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ പറ്റില്ല. നമ്മൾ സാധാരണ ഒരു പരീക്ഷ എടുക്കുമ്പോൾ ഞങ്ങൾക്കും വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് ചിലപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കുമ്പോൾ അവർ ഓടിപ്പിടിച്ച് വരും. എൻ്റെ കുട്ടിക്ക് ഡിഫിക്കൽറ്റി ഉണ്ട്, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വേണം, അത് ഇന്ന് വന്നിട്ട് നാളെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുന്നവരുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പേര് മടക്കി അയക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. കാരണം ഇങ്ങനെ ഒരു ഇവാലുവേഷനുള്ള ടൈമും ഗ്യാപ്പും കിട്ടിയില്ല നമ്മളെങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഇവാലുവേഷൻ കൊടുക്കാൻ പറ്റും? സ്കൂളുകാർ ആ റിപ്പോർട്ട് കൊടുക്കും, ഈ കുട്ടിക്ക് പഠന സംബന്ധമായിട്ട് പിന്നോക്കാവസ്ഥയുണ്ട്, ദയവ് ചെയ്ത് അസസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരണം എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ താഴെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചിലപ്പോൾ പ്രൈവറ്റിൽ നിന്നായിരിക്കും. അതിൻ്റെയൊക്കെ നമുക്ക് പറയാനൊക്കില്ല എന്തുമാത്രം ഒരു ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാനൊക്കില്ല. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പേരൻസ് നമ്മുടെ അടുത്ത് വരിക, ഇത് ഞങ്ങൾക്ക് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഡോക്ടറൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. വിജയ ശതമാനം കൂട്ടാൻ ശരാശരി വിദ്യാർത്ഥികളെ കൂടി സ്കൂൾ അധികൃതർ സവിശേഷ ശ്രദ്ധയർഹിക്കുന്നവരുടെ വിഭാഗത്തിൽ പരീക്ഷയ്ക്കിരുത്തുന്നതായുള്ള ഇന്ത്യ വിഷൻ വാർത്തയ്ക്ക് കൂടുതൽ സ്ഥിരീകരണമാവുകയാണ് ഡോക്ടർമാരുടെ ഈ വെളിപ്പെടുത്തലുകൾ. അർഹരായവർ പലരും തഴയപ്പെടുമ്പോൾ അനർഹരായവർ യോഗ്യത നേടുന്നു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിക്കുമ്പോൾ നിയമങ്ങൾ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. ജസ്റ്റിന തോമസ്, കൊച്ചി, ഇന്ത്യ വിഷൻ.